ചേച്ചി കിട്ടിയാലോ ചേച്ചി വിളിക്കും. മറിയ റോസ്. ഈ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ഒരു സംശയം മാത്രമാണ്, എല്ലാ ക്രിസ്മസിനും എനിക്ക് തോന്നാറുള്ള ഒരു സെന്റൻസ് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഗൗരവമായിട്ട് ഈ കാര്യങ്ങളൊക്കെ എടുക്കുകയും ക്രിസ്മസിൻ്റെ ആ ഒരു ചൈതന്യം നിലനിർത്തുകയും ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ്. ഞാൻ വാർഷികത്തിനും പറഞ്ഞതാണ്, നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നതാണ് ഒരു വിയാറ്റിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. നമ്മൾ ഇടപാടുകളൊക്കെ ഇങ്ങനെ ഒന്നിച്ചു കൂടുക, ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ പങ്കെടുക്കുക, നമ്മളെല്ലാവരും ഒരു ശരീരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ ആയിത്തീരാനായിട്ട് ഇങ്ങനെയുള്ള സംഗമങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. അത് അതിൽ ക്രിസ്മസ് ഒരു നിമിത്തമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ 2-3 മാസം മുമ്പ് ഓണത്തിൻ്റെ അവസരത്തിൽ ഒരുപാടുള്ള ചില യുവജനങ്ങളെയൊക്കെ പോലീസുകാർ പിടിച്ചോണ്ട് പോവുകയുണ്ട്, ജയിലിൽ കിടക്കുന്ന അവസ്ഥയുണ്ട്. അത് നമ്മളോട് ബന്ധപ്പെട്ടവരും അല്ലാത്തവരുമായിട്ടുള്ളത്, അല്ലാതെ മനുഷ്യന് വേറെ രക്ഷയൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു രക്ഷകൻ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഉയർത്തെഴുന്നേൽക്കാനായിട്ടുള്ളൊരു അവസരം ഇതാ ദൈവം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ജനനമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ദൈവം നമുക്ക് ഒരു സന്തോഷകരമായ ജീവിതത്തിൽ നമ്മളിൽ എല്ലാവരും
രണ്ടാമത്തെ സന്തോഷകരമായ രഹസ്യത്തിൽ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ചെല്ലാറുണ്ട്. അപ്പൊ ഇന്നലെ മുന്നിൽ കണ്ടു
വന്നു. തേജസ് മുന്നിൽ കണ്ടു, അവർ ബേത്ലഹേം തന്നിൽ വന്നു.